പാക് പ്രകോപനം തുടരുന്നതിനിടെ അതിർത്തി ഗ്രാമങ്ങളിലെ ജനങ്ങൾക്ക് സൈന്യം ജാഗ്രതാ നിർദ്ദേശം നൽകി. പൂഞ്ച്, രജൌരി മേഖലകളിൽ ജനങ്ങൾ ബങ്കറുകളിലേക്ക് മാറിയിട്ടുണ്ട്. പൂഞ്ചിൽ നിന്നും ഞങ്ങളുടെ പ്രതിനിധികളായ ബൽറാം നെടുങ്ങാടിയും ജോഗേഷ് സിംഗും തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. പൂഞ്ചിലെ ബാലാക്കോട്ട് ഗ്രാമത്തിലാണ് ഞാനിപ്പോൾ ഉള്ളത്. ഇതൊരു അതിർത്തി ഗ്രാമമാണ്. ഇതിന് ഏതാണ്ട് മീറ്ററുകൾ മാത്രം അകലെയാണ് പാകിസ്ഥാന്റെ അതിർത്തി പങ്കിടുന്നത്. അതുകൊണ്ട് തന്നെ തുടർച്ചയായി ആക്രമണങ്ങൾ സ്ഥിരമായി നേരിടുന്ന ഒരു പ്രദേശം കൂടിയാണ് ഇവിടം. കഴിഞ്ഞ വർഷങ്ങളിൽ 2019 വരെ നിരവധി ആക്രമണങ്ങൾ, ഷെല്ലാക്രമണങ്ങൾ രാത്രിയും പകലും ഈ മേഖലയിൽ ഉണ്ടാകാറുണ്ട്. നിരവധി ഗ്രാമവാസികൾ മരണപ്പെടുന്ന സംഭവങ്ങൾ ഉണ്ടായിരുന്നു ഷെല്ലാക്രമണത്തെ തുടർന്ന്. ഈ ഒരു പഹൽഗാം ഭീകരാക്രമണത്തിന്റെ പശ്ചാത്തലത്തിലും വലിയൊരു ആശങ്ക ഇവിടുത്തെ ജനങ്ങൾക്ക് മേൽ പടർന്നിരിക്കുന്നു. അതുകൊണ്ട് തന്നെ അധികൃതർ ജാഗ്രതാ നിർദ്ദേശം നൽകിയിരിക്കുന്നു. കർഷകരാണ് ഇവിടെയുള്ള ഭൂരിഭാഗം പേരും. കൃഷി തന്നെയാണ് മുഖ്യ ഉപജീവന മാർഗം. കാലി വളർത്തലും കൃഷിയും ചെയ്യുന്ന ഇവരോട് അതീവ ജാഗ്രത പുലർത്തണമെന്നും വിളവെടുപ്പ് എത്രയും വേഗം പൂർത്തിയാക്കണമെന്നും ഒപ്പം തന്നെ രാത്രികാലങ്ങളിൽ പുറത്തിറങ്ങരുത്, ബങ്കറുകളിൽ കഴിയണം, ലൈറ്റുകൾ പരമാവധി ഓഫ് ചെയ്തുകൊണ്ട് വേണം രാത്രി കഴിയാൻ തുടങ്ങിയ നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ട്. ഇവിടെയുള്ള ഓരോ വീടുകളിലും ബങ്കറുകൾ നിർമ്മിച്ചിട്ടുണ്ട്. പരമാവധി വീടുകളിലും അത്തരം ഒരു ബങ്കറാണ് ഇത്. 2017 മിന്നലാക്രമണത്തിന് ശേഷമാണ് ഈ മേഖലയിൽ കൂടുതലായി ബങ്കറുകൾ, ഏതാണ്ട് 3 ജില്ലകളിലായി 14,000-ലേറെ ബങ്കറുകളാണ് നിർമ്മിച്ചിരിക്കുന്നത്. ഇവിടെയുള്ള ജനങ്ങൾ ഈ ഒരു ആശങ്ക, ഇപ്പോൾ ഈ പഹൽഗാം ഭീകരാക്രമണത്തിന് ശേഷമുള്ള ആശങ്ക ഇവരെയും ബാധിച്ചിട്ടുണ്ട്. ജി, ഇധർ കാ സ്ഥിതി കൈസേ? അറ്റാക്ക് ഹോ രഹേ ഉസ് സൈഡ് से शेल वगैरह होता है? बहुत अटैक होता है, गोले पाकिस्तान मारता है और इधर वाले कुछ नहीं तकलीफ देने आपको। आपको आसपास में कभी हुआ है शेल से? हाँ, और निरे नहीं शल शेलिंग हुआ है? शलेंगे और निरे नहीं। कोई 2 साल हो ये बंद हो नहीं इसलिए नहीं उनको नवे सिर खोरा शुरू कर सर. 2 വർഷമായി ഇപ്പോൾ പ്രശ്നങ്ങളൊന്നുമില്ല. അതുവരെ സ്ഥിരമായി ഷെല്ലാക്രമണം ഈ മേഖലയിൽ ഉണ്ടായിരുന്നു എന്നാണ് ഈ മുത്തശ്ശി പറയുന്നത്. ജി, അബി തോ സ്ഥിതി കൈസേ? जी जी, अभी तो पहलगाम के बाद भी स्थिति खतरनाक हुआ है. इधर कुछ हुआ है अभी तक? अभी तक इधर कुछ नहीं हुआ. जब से उधर हुई थी तब से इधर कुछ नहीं हुआ है. ठीक ठाक है सब. लेकिन बंकर में रहते हैं? हाँ, बंकर में रहते हैं. जब हमें कोई होती है तो हम बंकर में ही रहती है. ഈ ഒരു ആശങ്ക അല്ലെങ്കിൽ ഒരു ജാഗ്രതാ നിർദ്ദേശം ലഭിച്ചതിന് ശേഷം ഇവർ താമസം ബങ്കറുകളിലേക്ക് മാറ്റിയിരിക്കുകയാണ്. ഇത്തരത്തിൽ കട്ടിയുള്ള കോൺക്രീറ്റ് കൊണ്ട് ഉണ്ടാക്കിയതാണ് ഈ ബങ്കർ. ഒരു കുടുംബത്തിന് താമസിക്കാൻ കഴിയുന്ന രീതിയിലുള്ള ഒരു ഫാമിലി ബങ്കറാണ് ഈ കാണുന്നത്. ഇതുപോലെ കമ്മ്യൂണിറ്റി ബങ്കറുകൾ 2-3 കുടുംബങ്ങൾക്ക് കഴിയാൻ കഴിയുന്ന തരത്തിലുള്ള കമ്മ്യൂണിറ്റി ബങ്കറുകളും ഇവിടെയുണ്ട്. ഇതൊരു ഫാമിലി ബങ്കറാണ്. ഈ ഒരു കുടുംബത്തിന് കഴിയാൻ കഴിയുന്ന രീതിയിൽ അവർക്ക് അപകടമില്ലാതെ ഷെല്ലാക്രമണത്തെ ചെറുക്കാൻ കഴിയുന്ന രീതിയിലുള്ള ഒരു ബങ്കറാണ് ഇത്. ഇവർ താമസം പൂർണ്ണമായും ഇവിടേക്ക് മാറ്റിയിരിക്കുന്നു. രാത്രികാലങ്ങളിലും പകലും ഇവിടെ തന്നെയാണ് താമസം ഉള്ളത്. അത്രത്തോളം ആശങ്ക അതിർത്തി മേഖലകളിൽ ഈ ഒരു പഹൽഗാം ഭീകരാക്രമണത്തിന് പിന്നാലെ ബാധിച്ചിട്ടുണ്ട് ആശങ്ക. ഇത്തരത്തിലുള്ള സമീപ പ്രദേശങ്ങളിലുള്ള വീടുകളിലെ ആളുകളെല്ലാം തന്നെ ബങ്കറുകളിലേക്ക് താമസം മാറ്റിയ ഒരു കാഴ്ചയാണ് ഈ ഒരു പഹൽഗാം ഭീകരാക്രമണത്തിന് ശേഷമുള്ള സാഹചര്യത്തിൽ നമുക്ക് ഈ അതിർത്തി ഗ്രാമങ്ങളിൽ കാണാൻ കഴിയുന്നത്. പൂഞ്ചിലെ ബലാക്കോട്ടിൽ നിന്നും ജോഗേഷ് സിംഗിനൊപ്പം ബൽറാം നെടുങ്ങാടി, 24.